ഞാനവിടെ പോയതു. ഞാനാണ് സാറേ. ഇങ്ങനെ നീങ്ങില്ല. എന്താ സാറേ, എന്താ പ്രശ്നം? ഞാനടുത്ത് കട്ടിട്ടില്ല, പിടിച്ച് പറിച്ചിട്ടില്ല. മൊയ്തോ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കരള് ഞാൻ ഇടിച്ച് കലക്ക് ഞാൻ. സാറേ, പഠിച്ചോണ്ടാണ് നേരെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഇന്ത്യയിലോ? ഇന്ന് ഉമ്മ പെറ്റിട്ട് തന്നെ ഇന്ത്യയിലല്ലേ? പാകിസ്ഥാന്റെ എവിടെയാണോ നിന്റെ വീട്? സാറേ, ഇന്ത്യന്റെ രാജ്യമാണ് സാറേ. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്. അപ്പൊ നിന്റെ ഭാര്യയോടാ കല്യാണം കഴിച്ചില്ലേ സാറേ? അതെന്താ നീ കല്യാണം കഴിക്കാത്തത്? നോക്കുന്നുണ്ട്, പക്ഷെ പണി കിട്ടാത്തോണ്ട്. പണി നിനക്കിട്ട് തരാടാ ഞങ്ങള്. പണി നിനക്ക് തരാടാ. എടാ, ഈ ബോംബ് സ്ഫോടനൊക്കെ ആസൂത്രണം ചെയ്യുന്ന ഗാങ്ങിന്റെ മെയിൻ കണ്ണികളിൽ ഒരാളാണ് നീ എന്ന് പറയുന്നത് കേട്ടല്ലോ. ബോംബ് സ്ഫോടനോ? നിങ്ങളെന്ത് വർത്താനം സാർമാർ ഇപ്പൊ അറിയണത്? പത്താംകോട് വ്യോമത്താവളാക്രമണ കേസിലെ എത്ര കോടി കിട്ടിയടാ? സത്യം പറഞ്ഞില്ല നിന്റെ കൂമ്പിടിച്ച് ഞാൻ കളക്കും. നിങ്ങൾ ഒരാള് കൂമ്പ് വാട്ടും, ഒരാൾ കരള് കലക്കും. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സാറേ? അതെ, ഈ ബില്ലാദൻ മരിക്കണതിന്റെ മുമ്പേ ഇവിടെയൊക്കെ വന്നു എന്ന് കേട്ടല്ലോ, നേരാണോ അത്? സാറേ, നേരല്ല. അതിന്റെ മാമനാണ്, അസൈൻ മാമേ, പത്തനംതിട്ടല്ലേ. മൂപ്പർക്ക് ബില്ലാദന്റെ അതേ ചായയാണ്. ഇപ്പൊ നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. നീ എവിടുന്നാണ് മലയാളം പഠിച്ചേ? ശ്രീധരൻ മാഷ പഠിപ്പിച്ചേ. ശ്രീധരൻ മാഷോ? ഒരു തീവ്രവാദിനൊക്കെ മലയാളം പഠിപ്പിക്കേ? ആ ശ്രീധരൻ മാഷ ഞാൻ പൊക്കടോ. സാറേ, ശ്രീധരൻ മാഷ എന്നെ ഹൈസ്കൂളിൽ മലയാളം പഠിപ്പിച്ച മാഷ. മൂപ്പര് മയ്യത്തായിട്ട് 6 കൊല്ലായി. നീ ഇവിടെയാണോ പഠിച്ചേ? പിന്നെ അല്ലാണ്ട് മലയാളിയായി ഞാൻ പാകിസ്ഥാനിൽ പോയിട്ട് മലയാളം പഠിക്കോ? സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സാറേ, നിങ്ങൾ മനസ്സിലാക്കി. കേരള ഓട്ടോമൊബൈൽസിൽ നീ ജോലിക്ക് അപേക്ഷിച്ചിട്ടില്ലേ? അപേക്ഷിച്ച് അവരാണ് നിന്നെ പറ്റിയുള്ള ഇൻഫർമേഷൻ തന്നത്. ഓർക്ക് തെറ്റിലേക്കും സാറേ. നീ ജോലിക്ക് വേണ്ടിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ? അതിൽ ഇന്ത്യൻ പൗരനാണോ എന്ന് ചോദിച്ചെടുത്ത് നീ ഇല്ല എന്നാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാറേ, ഞാൻ അക്ഷയ വഴിയാണ് അപേക്ഷിച്ചത്. ഓർക്ക് പറ്റിയ തെറ്റേക്കും അത്. അക്ഷയ വഴി ആണ് അപേക്ഷിച്ചത്. ഞാൻ അതിന് തെറ്റ് പറ്റിയതാവുന്നു. ഓർക്ക് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനിച്ച നാടങ്ങട് മറക്ക. നീ തീവ്രവാദിനെ പാകിസ്ഥാനെ കൊണ്ട് ഭയങ്കര സംഭവം നമ്മ ചെറിയൊരു വരുമാനത്തിലാണ് ജോലി ചെയ്യണമെങ്കിലും എത്ര ആളുകൾക്ക് നമ്മൾ ജോലി പഠിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? ശരിയാ സാറേ, എത്ര പേരെ ഇവിടെ വന്ന് അപ്ലൈ ചെയ്യണല്ലേ? അല്ല, അതിന്റെ ഒരു ആത്മസംതൃപ്തി ഉണ്ടട്ടാ നമുക്ക്. ചില പ്രാന്തന്മാരൊക്കെ വരുമ്പോ നമുക്ക് ദേഷ്യം വന്നാലും പോലീസുകാരൊന്ന് കുറച്ച് അനക്കാൻ തരാണ്ട്. ഞാൻ ഇവിടെ ജോലിക്ക് അപേക്ഷിക്കാമെന്ന് ഓർമ്മണ്ടാ? ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ള ചോദ്യത്തിന് അല്ലാതെ അടിച്ചു വെച്ചില്ലേ? ഞാനെന്താ പാകിസ്ഥാൻകാരനാണ്? പാകിസ്ഥാൻകാരനെ കണ്ടിട്ടില്ലേ? പാകിസ്ഥാൻകാരന്മാർ നല്ല ഉയരത്തിലല്ലേ? സത്യം ഈ സ്ഥാപനം നടത്തണ്ടാ? ഇല്ലേട്ടാ ചേട്ടാ, അറിയാതെ എന്തെങ്കിലും അബദ്ധം പറ്റി നിങ്ങൾ പറഞ്ഞില്ല. അബദ്ധം പറ്റിയെന്ന് പറയരുത്. റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ നോക്കുന്നുണ്ട് ചേട്ടാ. അറിയാതെ പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ തെറ്റിയോ എന്താ അറിഞ്ഞൂടാ ചേട്ടാ. സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ലേ ഇന്ത്യക്കാരനെന്ന്? സാമാന്യ ബുദ്ധിയില്ലാത്ത അന്നെ പോലുള്ള ആളുകൾക്ക് നടത്താനുള്ളതല്ല അക്ഷയ. അതിന് കഴിവ്, യുക്തിയും സേവന മനോഭാവം വേണം. ആളുകളുടെ മര്യാദക്ക് പെരുമാറാൻ പഠിക്കണം. തൽക്കാലം ഈ സ്ഥാപനം ഈ നടത്തണ്ട. കലക്ടറെ കണ്ടിട്ട് ഇതിന്റെ ലൈസൻസ് റദ്ദാക്കാൻ പറ്റുമോ ഞങ്ങൾ നോക്കട്ടെ. 2 ദിവസം കൂടി ഇരുന്നോ. ഉയിഞ്ഞു കൊടുക്കണേ എന്റെ സാറിന്. നീ വർക്ക് ചെയ്ത് കണ്ടു.